കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുത്ത സംഭവം ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ആ വീട് ചോരുന്നു, പലവിധ ആരോപണങ്ങളാണ് അത് വെച്ചു കൊടുത്ത KHDC ഗ്രൂപ്പിനെതിരെ രേണു സുധിയും കുടുംബവും ആരോപിക്കുന്നത്. അവിടെ ഈ വീട് വെക്കാൻ സ്ഥലം കൊടുത്തത് ആംഗ്ലിക്കൻ ചർച്ച് മിഷണറി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇങ്ങനൊരു വീടിന് സ്ഥലം കൊടുത്തത് അത് തെറ്റായിപ്പോയി എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതിനെ പറ്റി ഒരിക്കലും തെറ്റായി പോയതായിട്ട് കരുതുന്നില്ല. രണ്ട് കുഞ്ഞുങ്ങൾക്കാണല്ലോ നമ്മൾ സ്ഥലം നൽകിയിരിക്കുന്നത്. അതായത് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന കലാകാരൻ കൊല്ലം സുധിയുടെ ഒരു മൂത്ത മകനും രണ്ടാമതായിട്ട് ഈ രേണു സുധിയിൽ ജനിച്ചിരിക്കുന്ന ഋതുൽ എന്ന് പറയുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് 7 സെൻറ്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി നൽകിയത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യുന്നതിന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ കൊടുത്തതിനെ ഓർത്ത് എനിക്ക് ദുഃഖമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നെ വളരെയധികം ഇപ്പം മുറിവേൽപ്പിക്കുന്ന ഒരു 2-3 ആഴ്ചകളായിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എനിക്കൊരു സമാധാനം തരാത്ത രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ബിഷപ്പ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഈ ജാതിമത ഭേദമന്യാണെന്ന് ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് ഇത് കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞില്ലേ ഇത് തെറ്റായിപ്പോയി. അങ്ങനെ ഇത് കൊടുത്തത് തെറ്റായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും അർഹതപ്പെട്ട ആരൊക്കെയോ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതിയെന്ന് എന്നോട് പലരും പറഞ്ഞെങ്കിലും ഞാനതിനെ കുറ്റബോധമായിട്ട് കാണുന്നില്ല. ഞാൻ പേഴ്സണലായിട്ടാണ് സഹായിച്ച്, എൻ്റെ കുടുംബസ്വത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളെ ഏറ്റവും ഇപ്പം എന്നോട് പറയുന്നത് നീ കൊടുത്തിട്ട് വിളിച്ച് പറയുവാണോ? ഞാൻ സത്യസന്ധമായിട്ട് പറയുക, നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ വന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിന് ആൻസർ തരാറുണ്ട്. നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ജംഗ്ഷനുകളിലും വീടുകളിലും യുവതീയുവാക്കന്മാരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ സമൂഹത്തിൽ അവരെ വേദനിപ്പിച്ചു, അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല സംസാരം. ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ പേരെടുക്കാൻ ചെയ്യുന്നത്, എനിക്കൊരു പേരും വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട. എനിക്ക് എന്തിനാണ് ഇനി ഒരു പേരും പ്രശസ്തിയുടെ ആഗ്രഹം? എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അത് ലഭിച്ചിട്ട് എനിക്കൊരു വലിയ നിലയിലെത്താനായിട്ടൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടല്ലോ, ഞാൻ എന്നും ഒരുപോലെ ഞാൻ ജീവിക്കുന്നത്. അതിൽ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്.